എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. നിഷ, നമ്മുടെ കേരളത്തിനകത്ത് ഇവരെ ഒരാൾ 110 നേടുമെന്ന് പറയപ്പെടുന്നു, മറ്റൊരാൾ 100 നേടുമെന്ന് പറയപ്പെടുന്നു. ചേട്ടാ അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, 110 നേടുമെന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ 10 വർഷ കാലഘട്ടത്തിലെ ഏത് വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന ബോധ്യമുണ്ടാകണം. ചുമ്മാ പേടിപ്പിക്കാതെ. തോമസ് ഐസക് എന്ന് പറഞ്ഞ ആളുകളെ വ്യക്തിയെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ വളരെ രസമാണ്. എന്താ സംഭവം പറ കേക്കട്ടെ. ITI പാസ്സായ തൊഴിൽ അന്വേഷകയാണോ അല്ല KGTAയോ +2 ആണെങ്കിലും മതി, തമിഴ്നാട്ട് ഹൊസൂരിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ജോലി റെഡി. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു പോ. ആരാ പറയുന്നത് അറിയോ? കേരളത്തിനകത്ത് 10 വർഷക്കാലം അധികാരത്തിലിരുന്ന് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാതെ വന്ന വ്യക്തി പറയാണ് 13,749 റുപ്യ ജോലിക്ക് ചെറുപ്പക്കാരെ തയ്യാറാവൂ, ക്യൂ ആയി വരൂ, ഹൊസൂരിൽ വലിയ പ്ലാന്റ് ഉണ്ടാക്കപ്പെടുന്നു എന്ന് 10 വർഷക്കാലം ഭരിച്ചവരുടെ പ്രത്യേകതയാണ് പറയുന്നത്. നീ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നോ? വെറും പുഴു. അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോയി ആരോഗ്യരംഗം ലോകം കേരളത്തെ വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ ഭരണ നേട്ടത്തിൽ ഞങ്ങൾക്ക് 110 ലഭിക്കുമെന്ന്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. സാധാരണക്കാരൻ്റെ അന്നത്തിൻ്റെ, അതായത് അരി ആയിക്കോട്ടെ, പലവ്യഞ്ജനങ്ങളായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, നിത്യനിദാന കാര്യങ്ങളായിക്കോട്ടെ, ഏത് കാര്യങ്ങളാണ് എങ്കിലും അവനവന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് സാധാരണക്കാരൻ്റെ പ്രതിസന്ധിയാക്കിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ 110 എത്തുമെന്ന്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. അല്ല, എന്നെ പറഞ്ഞാ മതി, വേലിക്ക കിടന്ന പാമ്പിനെ പിടി. അവിടെ ഇവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളോ ഇവർ നടത്തിയിട്ടുള്ള സാധാരണക്കാരന് ഗുണകരമായ കാര്യങ്ങളോ ഇവിടുത്തെ ഉപജീവന മാർഗ്ഗങ്ങളോ കാര്യങ്ങളൊക്കെ ഒന്നുമല്ല ഇവർ പറയുന്നത്. ഇവർ ജാതീയതയും മതത്തിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് ഒക്കെ താരെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ശൈലി. ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയോ. രണ്ട് രാജു പി നായർ പറയുന്നത് എന്താണ്? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ആരെന്താ കോൺഗ്രസ് പാർട്ടി 10 വർഷക്കാലം ഒരു പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ലേ? ക്രിയാത്മകമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള എന്താ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തേ? എന്താ ഉറക്കം വരുന്നു. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള വിദ്യാർത്ഥികൾ അങ്ങ് ഫ്ലൈറ്റ് കയറി ഓസ്ട്രേലിയയിലേക്കും അയർലാൻഡിലേക്കും ന്യൂസിലാൻഡിലേക്കും US-ലേക്കും UK-യിലേക്കും പോകുന്നത് നിർത്താൻ ഇവരെ കൊണ്ട് സാധിച്ചോ? സാധാരണക്കാരൻ എന്താ വേണ്ടത്? അവന് അരിയുടെ വില കുറയണം, അവന് തൊഴിലിടങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവണം, അവൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി ജോലിക്ക് പോകാൻ പറ്റണം, വയ്യാണ്ടായി കഴിഞ്ഞാൽ അസുഖം പോയി ഡോക്ടറെ കാണാൻ പറ്റണം, അവിടെ കൃത്യമായ ആശുപത്രിയിൽ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കണം. പോയിന്റ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതേപോലെയുള്ള ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തൊരു സർക്കാരും അതിനെ സർക്കാർ പരാജയപ്പെടുമ്പോൾ ചോദ്യം ചെയ്ത് അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷവും ജാതി മത വർഗ സംഘടനകളെ കഴുത്തിലും കാറ്റിലും ഒക്കത്തും വെച്ച് കെട്ടിയിട്ട് ഇവർ പറയാണ് ഞങ്ങൾ 100-ലേക്കും 110-ലേക്കും കയറാമെന്ന്. ആ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. അങ്ങനെ തടി വരാൻ നോക്കണ്ട. ജമാഅത്തിനെ ഇവരിപ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കല്ലേ, SDPനെ ഇവരിപ്പുറത്ത് കെട്ടിപ്പിടിച്ചെടുക്കല്ലേ, മുസ്ലിം ലീഗ് കയറും കെട്ടി നിൽക്കുന്ന ഒരു ദയനീയ കോൺഗ്രസിനെയല്ലേ ഷാനി നിങ്ങൾ കാണുന്നത്? ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സോനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അപ്പൊ എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഞങ്ങൾ ജാതി മത വർഗത്തിന്റെ തിണ നിരകാൻ പോകാറില്ല ജാതി നേതാക്കന്മാരെ. നിനക്ക് നാണമുണ്ടോ? വി.ഡി. സതീശൻ ഇന്നലെ എവിടേക്കാ പോയത്? എന്തിനാ ജാതി മത നേതാക്കളെ പോയി കണ്ടത്? കണ്ടോട്ടെ, അവർക്ക് അവരുടെ ഇഷ്ടം. പക്ഷേ അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് തഗ് ഡയലോഗ് അടിക്കരുത് എന്നുള്ളതാണ്. എടോ, 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്, അതുപോലെയാ തന്റെ നട്ടല്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾ കൃത്യമായി കേരള ലോകത്തിന് ഭാരതത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആ വികസനം കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിലെ ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വികസന കാഴ്ചപ്പാടിലേക്ക് എത്തിക്കണമെന്ന വികസിത കേരളമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോയേ കയ്യിൽ നിന്ന് പോയേ, പിന്നെയും പോയേ.